മണി ഉദ്ഘാടനം. ചെല്ലുമ്പം എഞ്ചിനീയറും കോൺട്രാക്ടറും ഇതിങ്ങനെ തുടങ്ങി ഉദ്ഘാടിക്കും. ഉദ്ഘാടിച്ച് തരുന്ന സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പണിക്ക് വെച്ചു. അത് മഴ യഥാർത്ഥത്തിലുള്ള ഈ പേരക്കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയോടുകൂടി ഇവിടെ ഒച്ചയും ബഹളവും ഇല്ലല്ലേ? അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ കിടപ്പുമുറി കയറണ്ടേ? പിന്നെ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ മുറിയുള്ളത് മനസ്സിലാവുന്നില്ല. ഇത് എന്റെ കിടപ്പുമുറിയാണ്. ബാത്റൂമോടെ പിന്നെ ഉച്ചയുടെ സാധനങ്ങൾ അലമാരി. ഇത് ഉച്ചയുടെ അലമാരി. പാർക്ക് അവന്യൂന്റെ പെർഫ്യൂം ഒക്കെ ആണോ ഉപയോഗിക്കുന്നത്? ബ്രൂട്ട് ആണല്ലേ? ബ്രൂട്ട് പെർഫ്യൂം ഒക്കെ അടിച്ചിട്ടാണ് രാവിലെ ഇറങ്ങുന്നതല്ലേ? അത് എറണാകുളത്ത് പഠിക്കുന്ന കാലം മുതൽ ബ്രൂട്ട് ഉപയോഗിക്കുന്നു. ഇത്രയൊന്നും അല്ലല്ലോ ഷർട്ട് സത്യത്തിൽ വരണ്ടേ? 40 ഷർട്ട് ഉണ്ട്. അതൊക്കെ എന്തേ ബാക്കി? അലക്കാരുടെ അടുത്തുണ്ട് ഒത്തിരി. പിന്നെ അതിനകത്ത് കിടപ്പുണ്ട് കുറച്ച്. അങ്ങനെ നമുക്ക് ഈ വെള്ള ഷർട്ട് അല്ലാതെ വേറെ കളർഫുൾ ഷർട്ടൊക്കെ ഇടുന്ന ആഗ്രഹമില്ലേ? ബോറടിക്കില്ലേ നമുക്ക്? ബോറടിക്കില്ല, സന്തോഷം. ആണോ? അല്ലെ, നമ്മളിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പല MLA-മാരും ഒക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റേ ഓവർകോട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് പോകുന്ന ലോകം മുഴുവൻ പോയപ്പോഴും ഈ മുണ്ട് ഷർട്ട്. അതെ, മരുന്ന് തരാൻ എനിക്കെന്ത് വരുന്നു? മുഖത്തെ പാട് കംപ്ലീറ്റ്. ഇതാരാ തന്നെ? അതാരും തരട്ടെ. ഉള്ളതാണോ? ആയുർവേദമാണ്. ആണോ? ഇതൊക്കെ ഞാൻ തേച്ച് പണി കിട്ടൂ. പണി കിട്ടും. ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ. ആണോ? കുരുവൊക്കെ പോവോ? ഓക്കെ. ഇത് പേര് നാളൊന്നും ഇല്ലാത്ത ക്രീമാണല്ലോ. പ്രത്യേകം നമ്മുടെ ആയുർവേദക്കാരുണ്ടാക്കുന്ന ഈ മുഖത്തെ തേക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പല തുണി കൊണ്ട് തൂത്ത് കളയുക. ഇതാണോ ജോർജിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം? അതൊക്കെ ഒന്നും അറിയത്തില്ല. നിക്ക് വേറെ സാധനം കൂടെ കാണിച്ചാലേ. എന്റെ പൊന്നെ, ഇതാണ്. ഇത് 12 ബോർ ആണ്. ആനശ്ശേരി, മനസ്സിലായോ? ഈ തോക്കുകൾ ഒരു ഹരമാണോ? പണ്ട് എപ്പോഴെങ്കിലും ഈ തോക്ക് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടോ? തോക്ക് ഞാൻ കോട്ടയത്തെ പോലീസ് ഇവിടെ ഈ തോക്ക് ലൈസൻസ് ഉള്ളവർക്കെല്ലാം കൂടെ ട്രെയിനിങ് കൊടുത്തു. അപ്പൊ ട്രെയിനർ ചെയ്യാനായിരുന്നു. എങ്ങനെ പഠിച്ചേ? ഞാനിങ്ങനെ എത്ര കൊല്ലമാണ് NCC ഉണ്ടാകുമ്പോൾ തോക്ക് കഴിക്കുന്നത്. ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ അടുക്കള. ഇതാണ് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് വീട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഡൈനിങ് ടേബിള് ഇങ്ങനെ ഈ അടുക്കളയിൽ ഇട്ടേക്കുന്നത് സാറിന് അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മള് ഇതെന്താണ് ഇവിടെ എല്ലാ തവണ വരുമ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും. ഇതാരുടെ മുറിയാ? ഇത് നമ്മുടെ ഇത് ചുമ്മാ കിടക്കുന്ന മുറി. ഇതാണ്